يا مكة ما أطيبك بشجون همس الهادي. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. നമ്മുടെ ലക്ഷ്യം മഹത്തരമാണെങ്കിൽ അതിനേത് മാർഗവും സ്വീകരിക്കാമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യവും നന്നാവണം, മാർഗവും നന്നാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് UAE വാഫി അലുമിനി സംഘടിപ്പിക്കുന്ന ഇലൽ ഹബീബ് സീസൺ 2ലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. സീസൺ 2വിൻ്റെ ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിജ്റയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് മദീന എന്ന പ്രദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മൾ പുതിയ ഒരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. എവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനനായ സയ്യിദ് അലി വാഫി നമ്മളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسنه. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹിജ്റയിലേക്ക് നയിച്ച സാഹചര്യങ്ങളാണല്ലോ ചർച്ച ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് ലഭിച്ചിട്ട് 10 വർഷത്തോളമായി. 10 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി നടന്നു. പക്ഷേ ഒരു കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നത് ശരി തന്നെ. ഒരു മാസമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കുറച്ച് ആൾക്കാരെ വരുന്നുള്ളൂ. ഒരു മാസമായിട്ട് വരുന്ന ഒരു സാഹചര്യം അവിടെ അല്ലായിരുന്നു. പിന്നെ മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 സംരക്ഷണങ്ങൾ. ഒന്ന് അബൂ താലിബ് ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്ന അബൂ താലിബ് എല്ലാ അക്രമങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട്, ഒരു സംരക്ഷണമായിട്ട് നിലനിന്നിരുന്നു. അബൂ താലിബ് വഫാത്തായി. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിരുന്നത് ഖദീജ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹയും ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ പുറത്തു നിന്നുള്ള ഒരു സംരക്ഷണം അബൂ താലിബ് അവരും നഷ്ടപ്പെട്ടു. വീട്ടകങ്ങളിൽ നിന്നുള്ള ഒരു സംരക്ഷണം ഖദീജ റളിയല്ലാഹു തആല അവരും ഭാര്യയും നഷ്ടപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ പ്രയാസമായി. ഒരു പ്രബോധന പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംരക്ഷണം ആവശ്യപ്പെട്ടു. നമ്മൾ ആധുനിക ഭാഷയിലൊക്കെ പൊളിറ്റിക്കൽ അസൈലം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അഭയം, അങ്ങനെ ഒരു സംരക്ഷണം ആവശ്യപ്പെട്ട് മറ്റു ദേശങ്ങളിലേക്ക് പോയി തുടങ്ങി. ആദ്യമായിട്ട് തായിഫിലേക്ക് പോയി. തായിഫിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്, ഒരിക്കലും എന്നെ ഒരു രാഷ്ട്രീയ അഭയം ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷെ തായിഫിൽ പോയിട്ട് സാഹചര്യ ചിത്രം മാറാണ്. രാഷ്ട്രീയ അഭയം ആവശ്യപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ആക്രമിക്കുകയും കൂടിയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് അതിന്റെ വിശദാംശങ്ങൾ നമ്മളിപ്പം കടക്കേണ്ടതില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തായിഫ് ഒരു സംരക്ഷണമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു തായിഫിൽ നിന്ന് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ മക്കക്കാര് സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കും. കാരണം അവരൊക്കെ അറിഞ്ഞു തായിഫിലേക്ക് പോയ കഥയൊക്കെ എല്ലാവരും അറിഞ്ഞു. അങ്ങനെ എതിർപ്പ് കൂടെ ചെയ്തത്. പിന്നീട് മറ്റൊരു വ്യക്തിയുടെ സംരക്ഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നത്. മുത്ഇം ഇബ്നു അദി, അദ്ദേഹം ഖുറൈശിയായിരുന്നു. ആ കാലഘട്ടത്തിൽ മുസ്ലിം ആയിരുന്നില്ല, പക്ഷെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം കൊടുത്തു. അപ്പൊ ഈ ഒരു സംരക്ഷണത്തിലാണ് പിന്നീടുള്ള കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിക്കുന്നത്. ഇതിപ്പോ നമ്മൾ ആധുനിക ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പൗരത്വം നഷ്ടപ്പെടുന്നതിന് സമാനമാണ്. ഇപ്പൊ നമ്മള് ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ നമ്മൾ പൗരത്വം നഷ്ടപ്പെട്ട് മറ്റൊരാളുടെ ഒരു സംരക്ഷണത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും? അങ്ങനെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതിയ മേച്ചിൽപ്പുറം തേടി പോകാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ്. അപ്പൊ പുതിയ മേച്ചിൽപ്പുറം തേടി പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിതനാക്കി. പിന്നെ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് ലഭിച്ച ഉടനെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ അങ്ങാടികളിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് വ്യത്യസ്ത നാടുകളിൽ മക്കയിലേക്ക് ഹജ്ജിന് വരാറുണ്ട്. അപ്പോൾ ഹജ്ജിന് വരുന്നവരോടൊക്കെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും.
അങ്ങനെ കുറെ ആൾക്കാർ മുസ്ലിം ആവും, എന്നാലും വലിയ കൂടുതൽ ആൾക്കാരൊന്നും മുസ്ലിം ആവുന്ന സാഹചര്യമില്ല. പക്ഷെ ഈ ഒരു ഘട്ടത്തിലേക്ക് കടന്നതോട് കൂടിയിട്ട്, അഥവാ ഈ ഒരു സംരക്ഷണം നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വരാനായി പ്രബോധന പ്രവർത്തനം, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സംരക്ഷണം അവരെ ആവശ്യപ്പെടുന്നുണ്ട് മക്കയിലേക്ക് വരുന്ന ഗോത്രങ്ങളോടൊക്കെ. ഈ പുറത്തുനിന്ന് വരുന്നവരോട് റസൂലുള്ളാഹി തങ്ങള് സംരക്ഷണം ആവശ്യപ്പെട്ടും സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇസ്ലാമിനെ പരിചയപ്പെടുത്തലാണ് പ്രധാനപ്പെട്ട ഘടകം. അതോടൊപ്പം ഒരു സംരക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കാലഘട്ടത്തിലെ ഗോത്രത്തിന്റെ സവിശേഷത നമ്മൾ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിലെ ഗോത്രം എന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രത്തിന് സമാനമാണ്. നമ്മൾ ഈ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഗോത്രങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ ഉണ്ടാവാറില്ല. അതെന്താണ്, ഇന്നത്തെ രാഷ്ട്രത്തിന് സമാനമാണത്. കാരണം ഇന്നത്തെ രാഷ്ട്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉണ്ടാവും, അഥവാ ഒരു പ്രധാന പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ പോലെ ഉണ്ടാകും. പിന്നെ അവർക്ക് ഒരു പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടാകും, ഒരു ഏരിയ ഉണ്ടാകും. ഇന്നത്തെ രാഷ്ട്ര സവിശേഷത അതാണ്. അതുപോലെ തന്നെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഓരോ ഗോത്രത്തിനും ഒരു നേതാവ് ഉണ്ടാകും, അവർക്കൊരു പ്രത്യേക ഏരിയ ഉണ്ടാകും. പിന്നെ അവർ മക്കയിൽ വന്നാൽ തന്നെ അവർക്ക് ഓരോ ഗോത്രത്തിനും ഓരോ ഏരിയ ആയിരിക്കും. ഇപ്പോൾ ഇന്ന് ഹജ്ജിന് പോയാൽ, നമ്മൾ ഹജ്ജിന് പോയിട്ടില്ല, അള്ളാഹ് അതിന് തൗഫീഖ് നൽകട്ടെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം മക്കയിൽ പോയാൽ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ഓരോ രാഷ്ട്രങ്ങൾക്ക് ഓരോ ടെന്റ് ആയിരിക്കും. ഇപ്പോൾ അമേരിക്കക്കാർക്കൊക്കെ ഒരു ടെന്റ് ഒരു ഭാഗത്തായിരിക്കും, അവരുടെ ടെന്റ് ഉണ്ടാവും, ഇന്ത്യക്കാർ വേറൊരു ഭാഗത്ത്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഗോത്രവും അവർ ഹജ്ജിന് വന്നാൽ ഓരോ ഭാഗത്ത് ഓരോ ഗോത്രത്തിന് സെപ്പറേറ്റ് ഉണ്ടാവുക. അങ്ങനെ ആ ഒരു ഗോത്ര സമുദായത്തിലേക്കാണ് അല്ലെങ്കിൽ ആ സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു പ്രബോധന പ്രവർത്തനവുമായിട്ട് പോകുന്നത്. അത് പിന്നെ ഹദീസിൽ തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കും. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅരിദു നഫ്സഹു ബിൽ മൗഖിഫ് ഫഖാല അലാ റജുലുൻ യഹ്മിലുനി ഇലാ ഖൗമിഹി, എന്നെ ആരാണ് നിങ്ങളുടെ സമുദായത്തിലേക്ക് മറ്റൊരു സമൂഹത്തിലേക്ക് കൊണ്ടുപോകാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നിട്ട് അതിന്റെ കാരണം പറയുന്നുണ്ട്, ഫഇന്ന ഖുറൈശൻ ഖദ് മനഊനി അൻ ഉബല്ലിഗ കലാം റബ്ബി. പ്രധാനപ്പെട്ട കാരണം അതാണ്, പ്രബോധന പ്രവർത്തനം അവിടെ തടസ്സം. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം തേടി പോകാന്നുള്ളതല്ല. ആ ഒരു പ്രബോധനം, അതെ, പ്രബോധനം വേണ്ട രീതിയിൽ നടക്കുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പ്രയാസമായിട്ട് തോന്നിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ആൾക്കാരൊന്നും കൂടെ കൂട്ടൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അതിന് കാര്യമായിട്ട് കൂടെ കൂട്ടിയിട്ടുണ്ട്, എപ്പോഴും ഉണ്ടായിരുന്നു. അതെ, അതിന് വേറൊരു കാരണം കൂട്ടിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇൽമുൽ അൻസാബ്, ഗോത്രങ്ങളെ സംബന്ധിച്ച്, ജനറോളജി എന്ന് നമ്മൾ ആധുനിക ഭാഷയിൽ പറയും, ഗോത്രങ്ങളെ സംബന്ധിച്ച് അവരുടെ ഫാമിലി ട്രീ, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ്, അവരുടെ പ്ലസ് എന്താണ്, മൈനസ് എന്താണ്, ഇത്തരം വിഷയം ഇപ്പോ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നല്ല അവഗാഹം ഉണ്ടാവുക എന്നതുപോലെയാണ് ആ കാലഘട്ടത്തിൽ ഗോത്രങ്ങളെ കുറിച്ച് നല്ല അവഗാഹം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംരക്ഷണ ആവശ്യാർത്ഥം പോവുകയാണല്ലോ, കൃത്യമായിട്ട് അറിയണം അവര് സംരക്ഷിക്കാൻ യോഗ്യരാണോ, അതിന് സാധ്യമാവോ, ആ രീതിയിലൊക്കെ മനസ്സിലാക്കണല്ലോ. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായിട്ട് എല്ലാ സമയത്തും കൂടെ കൂടിയിരുന്നു. അങ്ങനെ ഒരുപാട് ഗോത്രങ്ങളെ പിന്നെ ദഅവത്ത് നടത്തി. സീറ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് പറയുന്നുണ്ട്, പക്ഷെ നമ്മളെല്ലാം കൂടി പറയാൻ നമുക്ക് സമയമല്ല. പ്രധാനപ്പെട്ട 2 ഗോത്രങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചതും അവരായിട്ട് നടത്തിയ സംഭാഷണവും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിലൂടെ നമുക്ക് അതിന്റെ ഒരു ഏകദേശം പറ്റാത്ത 2 വിഷയമാണ്. മാത്രമല്ല അത് മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് അതിന്റെ ഒരു ഏകദേശ ചിത്രം, നമുക്ക് അവർക്കിടയിലെ സംഭാഷണത്തിന്റെയും പ്രതികരണത്തിന്റെയും ഒരു ഏകദേശ ചിത്രം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ആദ്യമായിട്ട് ബനു ആമിർ ഇബ്നു സഅസ, ഇത് ആ കാലഘട്ടത്തിൽ ഒരു പ്രബലമായിട്ടുള്ള ഗോത്രമായിരുന്നു. ആ ഗോത്രത്തിന്റെ അടുത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ അവരിലെ നേതാക്കൾക്ക് കാര്യം ബോധ്യപ്പെട്ടു. അങ്ങനെ അവരുടെ നേതാവ് പറയാണ്, വല്ലാഹി ലൗ അന്നി അഖതു ഹാദൽ ഫതാ മിൻ ഖുറൈശിൻ ലഅകൽതു ബിഹിൽ അറബ്. ഈ ഒരു യുവാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, 50 വയസ്സായിരുന്നു, പക്ഷെ എന്താണ് ഒരു ശരീരപ്രകൃതി അപ്പോഴും ഒരു ചുറുചുറുക്കായിരുന്നു. അത് റസൂലുള്ളാഹിന്റെ ശമായിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുമല്ലോ. ഈ ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ കൂടെ കൂട്ടുകയാണെങ്കിൽ ലഅകൽതു ബിഹിൽ അറബ്, നമുക്ക് എല്ലാ അറബി രാജ്യങ്ങളെയും ജയിച്ചെടുക്കാൻ സാധിക്കും. അവരെന്താണ്, കേവലം ഒരു പൊളിറ്റിക്കൽ മെന്റാലിറ്റിയിലൂടെ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രബോധന പ്രവർത്തനത്തെ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ വിജയം കൈവരിക്കാൻ സാധിക്കല്ലോ എന്നാണ് അവർ നോക്കുന്നത്. അല്ലാതെ ഈ ഒരു ദീന്, ഈ ഒരു മഹത്തരമാണല്ലോ, അല്ലെങ്കിൽ ഒരു ആദർശം മാത്രമാണല്ലോ, നമ്മൾ സ്വീകരിക്കേണ്ടതാണല്ലോ എന്നൊന്നും അവർ നോക്കുന്നില്ല. ആ ഒരു അവരുടെ ആ ഒരു സമീപനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യൂ മാത്രമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഇഷ്ടമായിട്ടില്ല, കൂടുതൽ ഫോർവേഡ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല അവർ നേരിട്ട് ചോദിക്കുകയും ചെയ്തു,
താങ്കൾക്ക് ശേഷം ഈ ഒരു അധികാരം ഞങ്ങൾക്ക് തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി അൽ അംറു ഇലല്ലാഹി യളഉ ഹൈസു യശാ. അതൊക്കെ അള്ളാഹുവിന്റെ പക്കലാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പിന്നെ എന്താ അധികാരം കൊടുക്കുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അധികാരം തരുമെന്ന് പറഞ്ഞിട്ടില്ല, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മുന്നോട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് കാര്യമില്ലല്ലോ. ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഇസ്ലാമിന്റെ ആദർശം ഉൾക്കൊണ്ട് അവർ സ്വീകരിക്കണം. അല്ലാതെ മറ്റു വല്ല പൊളിറ്റിക്കൽ ഗെയിൻ നോക്കിയിട്ട് താല്പര്യങ്ങളിലൂടെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റും കൂടിയുണ്ട്. ആധുനിക ഭാഷയിൽ ചില സിദ്ധാന്തത്തിലൊക്കെ പറയാറുണ്ട് എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻ, അഥവാ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. നമ്മുടെ ലക്ഷ്യം മഹത്തരമാണെങ്കിൽ അതിനേത് മാർഗവും സ്വീകരിക്കാമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ലല്ലോ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യവും നന്നാവണം, മാർഗവും നന്നാവണം. ഇവിടെ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം ഉദാത്തമായിരുന്നു, നല്ല ലക്ഷ്യമാണ്. കാരണം ഇസ്ലാമിന്റെ പ്രബോധനത്തിന് മറ്റുള്ളവരുടെ സഹായം തേടുക എന്നുള്ളതാണ്. അപ്പൊ അവര് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ അതൊക്കെ നാലപ്പം ശരിയാക്കാം, അല്ലെങ്കിൽ എന്താണ് അതൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ പറയാനും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചിട്ടില്ല. 100% ലക്ഷ്യവും നന്നാവണം, മാർഗവും നന്നാവണം. അതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടായിട്ടുള്ളത്. അത് നമ്മൾ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമത് ബനു ഷെയ്ബാൻ ഗോത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിക്കുന്നുണ്ട്. ബനു ഷെയ്ബാൻ ആ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗോത്രമായിരുന്നു. അങ്ങനെ അവരോട് സമീപിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ തന്നെ, അവരുടെ അടുത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരുടെ എല്ലാ സവിശേഷതയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രാഥമിക എപ്പോഴും ആമുഖ ഭാഷണം നടത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടാവും. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ചോദിച്ച് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എന്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ഉകും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലഹു വ അന്നി റസൂലുള്ളാഹ്. ഇങ്ങനെ തുടർന്ന് ഇങ്ങനെയൊക്കെ ഇസ്ലാമിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയാണ് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന്. ഫഇന്ന ഖുറൈശൻ ഖദ് തളാഹറത അലാ അംരില്ലാഹി വകദ്ദബത് റസൂലഹു. ഖുറൈശികള് ഇത് സ്വീകരിക്കുന്നില്ല, അവര് അക്രമവും അനീതിയൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് നടക്കുകയാണ്. മാത്രവുമല്ല അള്ളാഹുവിന്റെ പ്രവാചകരെ കളവാക്കുകയും ചെയ്യുന്നു. അവര് സത്യവും അസത്യമാണ് അവർ സ്വീകരിക്കുന്നത്, സത്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൺക്ലൂഡ് ചെയ്യുന്നത് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ് എന്ന് പറഞ്ഞാണ്. അള്ളാഹു എല്ലാ കാര്യത്തിനും മതിയായവനാണ്. അള്ളാഹുവിന്റെ നിങ്ങളുടെ സംരക്ഷണം അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും. അത് നിങ്ങൾ മുഖേനയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഉപകാരമാണ്. അല്ലാതെ അള്ളാഹുവിന് എന്താണ് നിങ്ങളുടെ ഈ സഹായം ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥശങ്കക്കിടമില്ലാത്ത ഇതും അവരോട് പറയുന്നുണ്ട്. അങ്ങനെ അവർക്കത് പിന്നെ സ്വീകാര്യയോഗ്യമായി. പിന്നെ അതുപോലെ തന്നെ അവര് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് സംഗതി ഓക്കെ ആണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷെ 100% അവര് സ്വീകരിക്കുന്നില്ല. അത് മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ പിന്നെ ഇനി എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന, അങ്ങനെ ഒരു തുടങ്ങുന്ന ഒരു സൂക്തം ഓതിക്കൊടുത്ത അവർക്ക്. അതിൽ പിന്നെ എന്താ ചീത്ത പ്രവർത്തികൾ അനുഷ്ഠിക്കരുത്, ഭയന്ന് കുട്ടികളെ വധിക്കരുത്, ഇത്തരത്തിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അഖ്ലാഖിയായ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ തന്നെ അവർ പറയുന്നുണ്ട് ഫവല്ലാഹി മാ ഹാദാ മിൻ കലാമി അഹ്ലിൽ അറബ് അഹ്ലിൽ അർള് വലൗ കാന മിൻ കലാമിഹിം ലഅറഫ്നാഹു. ഇതൊരിക്കലും മനുഷ്യന്മാരുടെ വാക്കല്ല, സാധാരണ വിഷയമല്ല. അത് മനുഷ്യന്മാരുടെ വാക്കാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ടതായിരുന്നു. അപ്പോൾ അവർക്ക് ഇതിന്റെ ദിവ്യത്വം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവര് സ്വീകരിക്കാൻ ഒരു പ്രയാസം എന്തായെന്ന് വെച്ചാല്, നമുക്കറിയാവുന്നതുപോലെ ഹജ്ജിന് വരിക എന്ന് പറഞ്ഞാൽ അവരെല്ലാരും വരില്ലല്ലോ. ഇപ്പൊ ഇന്നാണ് ഇന്ത്യക്കാർ ഹജ്ജിന് പോയി എന്ന് പറഞ്ഞാല് ഇന്ത്യക്കാർ മൊത്തം പോയി എന്നല്ലല്ലോ, യുഎഇക്കാർ ഹജ്ജിന് പോയി എന്ന് പറഞ്ഞാല് മൊത്തം പോയി എന്നല്ലല്ലോ, കുറച്ച് ആൾക്കാരെ പോകുള്ളൂ. അപ്പോൾ ഈ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആ ഒരു ചുരുങ്ങിയ സമയത്ത് എടുക്കാൻ പറ്റൂല. അതാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. നമ്മളിപ്പോ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ, ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഒരു 100% എത്തിച്ചിട്ട് അവരോടും കൂടി ആലോചിച്ച് മാത്രമേ ഇത് സ്വീകരിക്കുള്ളൂ എന്ന് അവര് പറഞ്ഞു. പക്ഷെ അവരുടെ മഫ്റൂഖ് ബിൻ അംർ അശ്ശൈബാനി അവരുടെ പ്രധാനപ്പെട്ട നേതാവാണ് ഇങ്ങനെ പ്രതികരിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ മറ്റൊരു വ്യക്തിയിലേക്ക് ചൂണ്ടി ഹാനി ബിൻ ഖബീസ എന്നുള്ള വ്യക്തിയിലേക്ക് ചൂണ്ടി പറഞ്ഞു,
ഹാദാ ഷെയ്ഖുന വസാഹിബു ദീനിന, അതെ ഞങ്ങളുടെ നേതാവാണ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ മതകാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു രാഷ്ട്രത്തിന് സമാധാനം. അപ്പൊ ഇന്ന് ഓരോ കാര്യങ്ങളും വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ്, ഒരു മിനിസ്ട്രി ഉണ്ടാവും, റിലീജിയസ് അഫയേഴ്സ്, പിന്നെ അതേപോലെ തന്നെ ഡിഫൻസ് മിനിസ്റ്റർ. അതേപോലെ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. നോക്കൂ, ഞങ്ങളുടെ ദീനീയായ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്ന നേതൃത്വത്തിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് വലിയൊരു കാര്യമാണ്, ഈ ഒരു ഒറ്റ ഇരിപ്പിൽ എന്താക്കാൻ പറ്റില്ല, നമുക്കിത് സ്വീകരിക്കാൻ പറ്റൂല, സമയം വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം മറ്റൊരു വ്യക്തിയിലേക്ക് ചൂണ്ടി, എന്താ ഹാനിബിന് അല്ല മുസന്ന എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയിലേക്ക് ചൂണ്ടി പറഞ്ഞു, ഇനി അദ്ദേഹത്തോടു കൂടി ഒന്ന് സംസാരിച്ചു നോക്ക്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് സാഹിബ് ഹർബിന, അദ്ദേഹം ഞങ്ങളുടെ ഡിഫൻസ് മിനിസ്റ്ററാണ്. കാരണം അദ്ദേഹത്തിന് ഓരോന്നിനും ഓരോ ആൾക്കാർ പ്രത്യേക ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഡിഫൻസ് മിനിസ്റ്റർ, അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ആക്ച്വലി ഡിഫൻസ് മിനിസ്റ്റർ തന്നെ ആയിരുന്നു അദ്ദേഹം ആ ഒരു ആംഗിളിലൂടെയാണ് ഒരു കാര്യത്തെ നോക്കി കണ്ടത്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങള് പിന്നെ അറബികൾക്കിടയിലും അതേപോലെ തന്നെ കിസ്ര പേർഷ്യൻ ആ രണ്ട് ഭൂഖണ്ഡങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് രണ്ടുപേരുമായിട്ടും ഉടമ്പടി ഉണ്ട്. അതിൽ അറബികളുമായിട്ടുള്ള ഉടമ്പടി വലിയ കുഴപ്പമില്ല, അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ കിസ്രയുമായിട്ടുള്ള ഉടമ്പടി, കാരണം അവരോടുള്ള ഉടമ്പടി എന്ന് വെച്ചാൽ അവരോട് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ട് മാത്രമേ മറ്റുള്ളവരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളൊരു ഒരു ഉടമ്പടി അവരായിട്ടുണ്ട്. അതൊരിക്കലും പൊളിക്കാൻ ഞങ്ങൾ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അത് പൊളിച്ചാല് അവരും ഒന്ന് ആക്രമിച്ചാൽ അത് മാനേജ് ചെയ്യാൻ കഴിയില്ല. ആ രീതിയിൽ തന്നെയാണ് എന്താക്കുന്നത്, ആ ഒരു ഡിഫൻസീവ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞങ്ങൾക്കത് സാധിക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അദ്ദേഹം ആ ഒരു പറഞ്ഞ മറുപടി, അറബികളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഞങ്ങൾ ഓക്കെ പറയാം, പക്ഷെ മറ്റുള്ളവർ ഓക്കെ പറയാൻ പറ്റില്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഭയങ്കര രസമാണ്. എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നവര് മാത്രം മതി. അല്ലാതെ ഒരു കണ്ടീഷണൽ ആയിട്ട് എന്താണ് എനിക്ക് നിസ്കാരം ഓക്കെ, പക്ഷെ എന്താണ് നോമ്പ് പറ്റൂല, അല്ലെങ്കിൽ അത് പറ്റൂല. ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ 100% ഇസ്ലാമിലേക്ക് കടന്നു വരണം. 100% ഇസ്ലാമിലേക്ക് കടന്നു വരണം. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരായിട്ടുള്ള ടോക്ക് പിന്നെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അവർക്ക് ഇഷ്ടമായി, പക്ഷെ എന്താകുന്നില്ല, ഒരു കണ്ടീഷനിലായതുകൊണ്ട് അതും മുന്നോട്ട് കൊണ്ടുപോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ അവരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഗോത്രങ്ങളുടെ ചർച്ചകൾ വളരെ ബൃഹത്തായ ചർച്ച നടന്നു, പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് അത്. പിന്നെ മദീനയിൽ നിന്നുള്ള ഒരു വിഭാഗവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടമ്പടി വെക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ സമയം അവസാനിച്ചെത്തുന്ന അടുത്ത ക്ലാസ് നമുക്ക് ചർച്ച ചെയ്യാം. എപ്പിസോഡിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. വളരെ ബൃഹത്തായ മദീനയിലേക്കുള്ള പലായനത്തിന്റെ ഒരു എപ്പിസോഡ് കൂടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർ ചർച്ചകളുമായി ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ السلام عليكم ورحمة الله وبركاته. فطريق الهجرة وعر ينزف شوقا وجروح، قدم في الرمل وأخرى تخطو فتدوس الروح، فالذكرى تنبض ألما كم ذاب القلب وكتما، لكن الهدف الأسمى يتطلب منك نزول.